ഗൈസ് ഒരു ട്രിപ്പ് കാണിച്ചിട്ട് ഗൈസ് ഇത് നോക്കിയേ, സ്വിച്ച് ഇട്ട കണക്ക് ഞാൻ എണീറ്റ് വരുന്നത് 4 ദിവസം കിട്ടും 10:30. Yes guys, and welcome back to day 4. So guys, രാവിലെ എന്ത് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതെല്ലാം റൂം എല്ലാം ക്ലീൻ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഗോൾഡൻ അവർ. Let's get started, bro. Ready to go, focus upon myself. I keep a tab on my mental health, but don't rush your happiness. Yes guys, അപ്പോൾ ഫൈനലി നമ്മൾ റൂമെല്ലാം ക്ലീൻ ചെയ്തു. നൗ എന്താ പരിപാടി? ഗോൾഡൻ അവർ. യെസ്, ലെറ്റ്സ് കംപ്ലീറ്റ് അവർ ഗോൾഡൻ അവർ. ഇപ്പോൾ ഗോൾഡൻ അവറിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വർക്കൗട്ട്, മെഡിറ്റേഷൻ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ നമുക്കിത് 3 ഫിനിഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡേ ട്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഡേ റൊട്ടീൻസ് കാര്യങ്ങളൊക്കെ എഴുതാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് ടൈം. Filled with laughter, I could take all these drugs, but they don't capture a real look what it's like above. Everybody always wants something they can't have. They all just looking past what sits right in their lap, like thanking their dad or maybe thanking their mom or thanking the people who just supported the most. And I'm counting my blessings up and I'm stepping up to be a better man. Lost my touch 'cause life is rough. Got knocked down just to realize. Yes guys, അപ്പോൾ എനിക്ക് എൻ്റെ കൈ വയ്യാതിരുന്നിട്ട് കുറച്ചായി. ഞാൻ ടിക്കറ്റ് അടിച്ച് എൻ്റെ കൈ ഒടിഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് മുതൽ ഒരു പുഷപ്പ് സ്റ്റാർട്ട് ചെയ്തു. കാരണം എനിക്ക് എൻ്റെ കൈ ഇപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് കുത്താൻ വരുന്നില്ല, കാരണം ഒരു പെയിൻ ഉണ്ട്. അപ്പോൾ ആ പെയിൻ നമുക്ക് ചെയ്ത് മാറ്റാം എന്ന് നോക്കാം. സോ ഞാനപ്പോൾ ഇന്നൊരു 10 പുഷപ്പ് അടിച്ചാലും ഒന്ന് നോക്കാം. ഓക്കെ, ആ കൈ സീനാണ് ഗൈസ്. നമുക്ക് ഡെയിലി ഇനി 1 വെച്ച് മാക്സ് ചെയ്തെടുക്കാം. സോ ഗൈസ്, പെയിൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോഴും ഉണ്ട്. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. whatever, let's do meditation. About my day, live or fail, the only thing I'll say is don't settle for a whole lot of nothing. So guys, അടുത്ത എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സെൽഫ് ഇംപ്രൂവ്മെന്റ് അബൌട്ട് ലെറ്റ് ഗോ. സോ ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടി ഇച്ചിരി ഈസി ആയിരിക്കും. സോ നമുക്ക് ലെറ്റ് ഗോനെ പറ്റിയുള്ള സെൽഫ് ഇംപ്രൂവ്മെന്റ് കാണാം, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് ലെറ്റ്സ് വൈപ്പ് ഔട്ട് ഓൾ ഫക്സ്. സോ ഓക്കെ, I had to go focus upon myself. I keep a tab on my mental health, but don't rush your happiness. It's time to move on to something else. Yes guys, ലെറ്റ് ഗോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലെറ്റ് ഗോ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന സംഭവങ്ങളൊന്നും അല്ല. ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇറ്റ്സ് ലൈക്ക് എ മെഡിറ്റേഷൻ. എൻ്റെ ഇവിടെ ഒരു വെയിറ്റ് ആണ് ശരിക്കും ഉള്ളത്. ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്തപ്പോൾ ആ വെയിറ്റ് എടുത്ത് എനിക്ക് ഡസ്റ്റ്ബിനിൽ ഇടാൻ പറ്റി. ദാറ്റ്സ് കൂൾ ഗൈസ്. അപ്പോൾ ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്താൽ മതി നമുക്ക്. അതായത് ഇപ്പോൾ ബ്രേക്കപ്പ് ഒന്നും മാത്രമല്ല, എന്ത് വേണമെങ്കിലും നമുക്ക് ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യാം. ലൈക്ക് നമുക്ക് എന്ത് പെയിൻ ഉണ്ടെങ്കിലും നമുക്ക് അതെടുത്ത് കളയാം ഗൈസ്. ദാറ്റ്സ് നൈസ്. ഇനി മുതൽ നമ്മൾ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴൊക്കെ നമുക്ക് ഇത് വിഷമങ്ങളുണ്ടാവും അപ്പം തന്നെ ഒരു 5 minutes നമുക്ക് ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്താൽ മതി. ഡെയിലി നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. പൊളി. സോ ഗൈസ്, എനിക്കിപ്പോൾ ചിരിക്കാൻ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷെ എനിക്ക് നമ്മൾ അതിലേക്ക് ഫോക്കസ് ആവുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ് നമുക്ക് പ്രശ്നം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ പ്രശ്നത്തിനെ നമ്മളെടുത്ത് ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്ത് കളയുക. നമ്മുടെ മൈൻഡ് എപ്പോഴും ഷാർപ്പാക്കി വെക്കുക. ലിവ് ലൈക്ക് ഇൻ ദ മൊമെന്റ് ലിവ് ചെയ്യാനൊക്കെ പറയത്തില്ല. ലൈക്ക് എനിക്കിപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനങ്ങനെ പോവുക. അല്ലാതെ നമ്മളൊന്നിനെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് എ ഷിറ്റ് ഗൈസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രേക്കപ്പിന് ഹീൽ ആവണമെങ്കിൽ പ്രാക്ടീസ് ലെറ്റ് ഗോ. ഓക്കെ, ഗൈസ് എന്ത് പറയാനാ, രാവിലെ തന്നെ എനിക്കൊരു വർക്ക് ലോഡ് കിട്ടി. ആ ഗോൾഡൻ അവർ അങ്ങ് കഴിഞ്ഞതും നേരെ വർക്ക് ലോഡ്. ഞാൻ അതിൻ്റെ പുറകെ ഇരിക്കുമോ സ്റ്റിൽ.
എനിക്ക് ഇതുവരെ ഇതിന് എണീക്കാൻ പറ്റില്ല. ടൈം 2 ഞാനൊന്നും കഴിച്ചിട്ടുമില്ല. സോ നമ്മുടെ ഫുഡ് സ്കിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. നമുക്ക് സെറ്റാക്കണം. ബട്ട് ഞാനിപ്പോൾ ഒരു മഞ്ച് എനിക്കിപ്പോൾ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നു. ഞാൻ മഞ്ച് കഴിച്ചു. ബട്ട് മഞ്ച് കഴിച്ചാൽ പോരാ. രാവിലെ എണീറ്റേ മഞ്ച് കഴിച്ചിരുന്ന ഓക്കെ ആയിരുന്നു. ബട്ട് നമുക്ക് ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷെഡ്യൂൾസിനകത്ത് ഇനി കുറച്ച് പ്രൈവറ്റ് ബിസിനസ്സിൻ്റെ ടൈമാണ് ഇപ്പം ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല. ബട്ട് എന്നാലും ഒരു പോസ്റ്റ് പോലെ എനിക്ക് തോന്നുന്നു. വാട്ട് എവർ ഗൈസ്, നമുക്ക് സ്റ്റിക്ക് ഓൺ ആവാം. പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ ആകെ ടോട്ടൽ 3 സ്റ്റിക്കേഴ്സ് നോക്കി ചെയ്തുള്ളൂ. ഞാൻ കൺട്രോൾ ചെയ്തു. സോ ടുഡേ അതെനിക്ക് 2 ആക്കി മാറ്റണം. ഓൾസോ നൈറ്റാണ് എനിക്ക് കൂടുതൽ ഫുട്ടേജസ് ഇടാൻ പറ്റാത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് ശ്രദ്ധിച്ചാൽ മതി. ലൈക്ക് ഡേ ഞാൻ മോർണിംഗ് വേക്കപ്പ് ടു ഒരു 6-7 ഫുഡ് ഉണ്ടാക്കുന്നവരെ മാത്രമേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ടിവിറ്റീസും ചെയ്യുന്നില്ല. സോ ഞാൻ ഇനി ആ ഒരു ടൈം ലൈനിലോട്ട് ഫോക്കസ് ചെയ്യണം. അതേപോലെ ഒരു ഈവനിങ് ഒരു 5-6 ഒക്കെ ആകുമ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റിക്ക് സ്റ്റാർട്ട് ചെയ്യും. സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ഉള്ള ആ ഒരു ട്രിഗർ മാറ്റണം. സോ ഈവനിങ് പകരം ഞാൻ എന്തെങ്കിലും എക്സസൈസോ കാര്യങ്ങളോ ചെയ്യാൻ ഔട്ട് ചെയ്യാൻ പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു ബ്രെയിൻ്റെ ആ ഒരു ടൈമിൽ നീഡ്സ് നമുക്ക് മാറ്റണം അവിടെ നിന്ന്. എന്നാലേ നമുക്ക് സെറ്റാക്കാൻ പറ്റൂ. സോ ലെറ്റ്സ് ഡു. സോ ഗൈസ്, ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. നോ അപ്ഡേഷൻസ് മാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു വർക്ക് വന്നു. ഫുള്ള് പ്രോബ്ലം ആയിരുന്നു എൻ്റെ ബിസിനസ്സിനകത്ത്. അത് ഞാൻ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് വാട്സപ്പ് ഇഷ്യൂസും അതേപോലെ ആഡ് റണ്ണിങ്ങിൻ്റെ ഇഷ്യൂസും ഒക്കെ ആയിട്ട് ഞാൻ അതിൽ തന്നെ ഇരിക്കുമായിരുന്നു. എണീക്കാൻ പറ്റില്ല. എനിവേയ്സ് ഗൈസ്, അപ്പോൾ അടുത്ത എന്താ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് എല്ലാം കൂടി ഇന്നത്തെ Day 3 ഒന്ന് എഡിറ്റ് ചെയ്യണം. സോ അതാണ് പ്ലാൻ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വരാം. എൻ്റെ അപ്ലോഡ് ചെയ്യണം, തംബ്നെയിൽ ഉണ്ടാക്കണം, 5:30 പോസ്റ്റും ചെയ്യണം. 1 മണിക്കൂർ സമയമുള്ളൂ. ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഗൈസ്, കുറുക്കൻ്റെ കല്യാണം ഈസ് ഗോയിങ്. വെയിലും മഴയും. ഗൈസ് നല്ല മഴ. ഐ തിങ്ക് ഇപ്പോൾ കറണ്ട് പോകായിരിക്കും. നമ്മുടെ വീഡിയോ റെൻഡർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇന്ന് 5:30 വീഡിയോ കുറച്ച് ലാഗ് ആവും വരാൻ. അത് ഇന്ന് നമ്മുടെ പണിയൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ്. എനിവേസ് ഗൈസ്, കിട്ടില്ല മഴ പ്ലസ് മൂഡ് തുടങ്ങിയിട്ടുണ്ട്. സോ എൻ്റെ ഹാബിറ്റ് ട്രിഗർ വരാൻ തുടങ്ങി. മഴ വരുമ്പോൾ നമുക്ക് നല്ല ക്ലൈമറ്റ് ആണല്ലോ. സോ ഐ തിങ്ക് ഈ സമയം നമ്മൾ ഒരു സിഗരറ്റ് വലിച്ച് മൂഡ് മാറ്റിക്കളയാം. സോ ഗൈസ് നമുക്ക് റിതിൻ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സോ നമുക്കത് അൺബോക്സ് ചെയ്ത് കഴിക്കാം. സോ ഗൈസ്, നമ്മൾ ഡൽഹിയിലും ട്രൈ ചെയ്യാൻ പോവാണ്. കഴിക്കല. സോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോവാണ്. ഇന്നത്തെ ഒടുക്കത്തെ വർക്ക് ലോഡായിരുന്നു ഗൈസ്. ഫക്ഡപ്പാണ്. സെറ്റാണ് നോക്കട്ടെ. കൂൾ. ഷാനുണ്ട്. ഇനി റിതിൻ വരാനുണ്ട്. ഞങ്ങൾ മന്തി അടിക്കാൻ പോവാണ്. ഞങ്ങൾ നടന്നു പോവാണ്. വണ്ടി എടുത്തില്ല, കുറേ നാളായി നടന്നിട്ട്. പിന്നെ കഴിച്ചൊക്കെ ബേൺ ചെയ്യാന്ന് വിചാരിച്ചു. ഇതെന്താണ് അനാഥമാണ്? ഇതാണ് ആചാര്യ കോളേജ്. ഇതാണ് റിതിൻ. നല്ല ഷവർമയുടെ മണം ഗൈസ്. ഇന്ന് നമ്മൾ ചീറ്റ് ഡേ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നാളെ പോലും പ്രോഗ്രസ് ആയിരിക്കും. പക്ഷെ കാരണം ഇന്ന് വർക്കില്ല, കാരണം ലേറ്റായി. സോ ഫുഡ് നേരത്തെ കഴിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് ഗൈസ് ഇറക്കി. ഇന്ന് ക്യൂവിൽ നിൽക്കണം. നമുക്കെന്ത് ക്യൂ? സോ ഗൈസ്, ഫ്ലെക്സിങ് ബ്യൂട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ് സ്റ്റിൽ. മാൻ ബുക്ക് ചെയ്തേ ബാലൻസ് ചുമ്മാ
കളിക്കുന്നു. വ്ളോഗിൽ ഞാൻ സ്പോൺസർ ചെയ്യണം, വ്ളോഗിന് വേണ്ടി. ട്രേഡിംഗ് പവേഴ്സാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ വിഡ്രോല ശമ്പളത്തിലൊന്നുമില്ല. എന്താ എന്താ ബുക്ക് ചെയ്യാൻ പോകുന്നത്? ബുക്ക് സോ പറഞ്ഞോളൂ. എനിക്ക് മസാല ഷവായ എണ്ണയും പോലായിരുന്നു. മസാല ഷവായ ഉണ്ടോന്ന് ചോദിക്കും. ഷാനു ഇതാ മനുവിനെ കിട്ടിയിരിക്കുന്നു. സർക്കാസം. ഇതിനെന്തുവാ? മസാല ഷവായ കഴിക്കാം. നിനക്ക് എന്താ വേണ്ടേ? മന്തി. ഇതാ മന്തി ഹൗസ്. മന്തി ഹൗസാ? മന്തി ഹൗസാ കട ഓർഡർ ചെയ്തു. അത് പറ്റി റീലുള്ളല്ലേ ചേട്ടാ. മസാല ഷവായ മസാല ഷവായ 1 മസാല ഷവായ മതി. ജസ്റ്റ് പിന്നെ എനിക്കെന്താ, എനിക്കൊരു നോർമൽ മന്തി മതി. നോർമൽ മന്തി ഭയ്യ. നിനക്ക് നോർമൽ മന്തി ഇല്ലേ? ജസ്റ്റ് പീസ് ഇല്ലെന്ന് എന്ത് മടുപ്പാണ്. എനിക്ക് കിട്ടി ഞാൻ എടുക്കട്ടെ. യെസ്. എക്സ്പ്രഷനാണ്. എന്ത് മൂട് ഗൈസ്. ഷാന് പരിപ്പായിരിക്കാണ്. ഷാനിന് 5 മിനിറ്റ് സാധനം വേണമെന്നുള്ളൊരു പ്രതിഷേധത്തിലാണ്. എന്താണ് സാധനം വരാത്തത്? ആകെ 10 മിനിറ്റ് ആയുള്ളൂ. സാധനം വരാൻ ടൈം എടുക്കും. തട്ടുകട സെറ്റപ്പിലുള്ള മൂടാണ് ഇവിടെ എടുത്തിട്ടടിക്കുക. 1.5 മണിക്കൂർ 10-15 എടാ റിച്ച് അങ്ങനെയൊക്കെ കഴിക്കും. സമയം വേണം. സാധനം ലൈവ് കുക്ക് ചെയ്യുക. ഷാനിന് 5 മിനിറ്റ് കൊണ്ട് ഓർഡർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കിട്ടും. ഗൈസ് എനിക്ക് തോന്നി ലൊട്ട ചെസ്റ്റ് ഇതില്ല ലെഗ്. മതിര മതി മതി ഗൈസ്. നമ്മൾക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാൻ പോകണം. നാട്ടിലാണെങ്കിൽ വെള്ളം വരുവാണ്. പ്ലസ് നമ്മൾ മയോണൈസ് സൂപ്പറല്ല എന്നാലും അതല്ല മസാല മസാല ടേസ്റ്റ് ചെയ്തോ. വെരി ഡിസപ്പോയിന്റഡ്. മാഗി ഗൈസ് വയറ് നിറഞ്ഞിരിക്കുകയാണ്. വയറിറങ്ങണം. ഇത് കുറച്ചേ മറന്നു പോകും. അതാണ് എത്രയായിരുന്നു? വ്ളോഗ് കൊടുക്കണം. അല്ല നിങ്ങൾ കൊടുക്കണേ കൊടുത്തോ. കൊടുക്കാറ് ഞാൻ ഇട്ട് തരാം കേട്ടാ. കള്ളനാണ് 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 ക്രെഡിറ്റ് അടിച്ചു പറ്റിയ കള്ളനാണ് 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 ക്രെഡിറ്റ് അടിച്ചു മാറ്റി. ഞാൻ കൊടുക്കാൻ വേണ്ടി വെച്ച ബില്ല. നോ നോ. ആ ഒരു മിൽക്ക് കിട്ടണം വെച്ചോ ഗൈസ്. ഞങ്ങൾ മസാലപ്പൂരി മിൽക്ക് വാങ്ങാൻ വേണ്ടി കലക്കുകയാണ്. സോ ഗൈസ് നമ്മളിപ്പോൾ എന്താ ചെയ്യാം? ആ മിൽക്ക് നെയ്. ഓ മിൽക്ക് നെയ് അങ്ങനെ സ്വീറ്റ് വാങ്ങിച്ചു. സോ ഗൈസ് നമുക്ക് വേണ്ട സാധനം ഇല്ല മിൽക്ക് നെയ്. സോ
എന്തൊക്കെയാ ഞാൻ പറയുന്ന കട്ട്. ഓ പാനിപൂരിയാ, പാനിപൂരി തീർന്നു ബാറ്റ്സ്.